ഹലോ മച്ചാമാരെ എംപി മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി സാധനം പരിചയപ്പെടുത്താനാണ്. അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഹോളോഗ്രാം അതിന് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ചേർന്നുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ഗീവയുടെ വിന്നർ ഇതുവരെയായിട്ട് ഞാനായിട്ട് കോൺടാക്ട് ചെയ്തില്ല, അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കയറി ഒന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മച്ചാമ്മ നമുക്ക് അതിന് ആദ്യം ആവശ്യമുള്ള ഒരു കത്രിക നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് കട്ട് ചെയ്യാനും ഇതിനൊക്കെ ആവശ്യം വരും. പിന്നെ ഒരു കത്തി ഇതുപോലെ തന്നെ മുറിക്കാനൊക്കെ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. പിന്നെ ഒരു സ്കെയിൽ ആവശ്യമുണ്ട്, സ്കെയിൽ നമുക്ക് എടുക്കുക. പിന്നെ ഒരു പെൻസിൽ, ഞാനിപ്പോൾ വീട്ടിലൊരു ചെറുത് ഇരിക്കാനുണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അത് എടുത്തു. നിങ്ങളുടെ അളവിനുള്ള നിങ്ങൾ എടുക്കുക. പിന്നെ അതേ ഒരു ഗ്രാഫ് പേപ്പർ ആവശ്യമുണ്ട്. ഗ്രാഫ് പേപ്പറിൽ നമുക്ക് വരക്കാനാണ് ആ പെൻസിൽ. അപ്പോൾ ചെറുതായിട്ടൊരു ട്രയാങ്കിൾ രൂപത്തിൽ നമുക്ക് വരച്ചെടുക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേ ഒരു ക്ലിയർ ഷീറ്റ് ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒരു അപ്പുറത്ത് കാണുമ്പോൾ ഇപ്പോൾ ക്ലിയർ അല്ലല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തൊരു സ്കിന്ന് പോലെ സാധനമുണ്ട്. ഇത് നമ്മൊന്ന് പറിച്ചളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം എന്ന്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണേ നോക്കാം. അതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ആ ഗ്രാഫ് പേപ്പർ എടുത്തുകൊണ്ട് അതിനകത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ആദ്യം 1 സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് ചെറിയൊരു വര വരക്കാം. കറക്റ്റ് 1 സെൻറ്റിമീറ്റർ. നമ്മൾ ഈ വരക്കണ അളവൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാത്ത രീതിയിൽ വരച്ചെടുക്കണം. 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ വരയ്ക്കുകയാണ്. അങ്ങനെ ആ 1 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കറക്റ്റ് പെർഫെക്ഷനിൽ നിന്നുകൊണ്ട് അതിൻ്റെ ആ പകുതിയിൽ നിന്ന് മേളിലോട്ട് കറക്റ്റ് ആ പകുതിയിൽ ചെറുതായിട്ടൊരു മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നമുക്ക് മേളിലോട്ട് കറക്റ്റ് 3.5 സെൻറ്റിമീറ്റർ. ആ വരയൊന്നും തെറ്റരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യം ഗ്രാഫ് പേപ്പർ എടുക്കണത്. അപ്പോൾ നമുക്ക് 3.5 സെൻറ്റിമീറ്റർ മേളിലേക്ക് വരക്കാം. 3.5 കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിൽ നിന്ന് ഇപ്പോൾ വരച്ച് നിർത്തി എൻ്റെ 3.5യുടെ മേളിൽ നിന്ന് അപ്പുറത്തോട്ട് 3 ഇപ്പുറത്തോട്ട് 3, അതായത് മൊത്തം 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വരയും കൂടി വരക്കാം. അപ്പോൾ അതേ നമ്മൾ 6 സെൻറ്റിമീറ്റർ അപ്പുറത്ത് 3 ഇപ്പുറത്ത് 3 അങ്ങനെ ഒരു 6 സെൻറ്റിമീറ്റർ വരച്ചും കൊണ്ട് ഈ കറക്റ്റായിട്ട് വരക്കണം. നമ്മുടെ അളവൊന്നും തെറ്റരുത്. അതിൻ്റെ താഴത്തുനിന്ന് ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കണം. ആ വിട്ട് നിൽക്കണ ലൈനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണം. അതെ, അതിങ്ങനെയാണ്. ആ ഭാഗത്തുനിന്ന് ഇവിടേക്കും ഈ ഭാഗത്തു നിന്ന് അവിടേക്കും ഇങ്ങനെയാണ് ആ സംഭവം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പാക്കി ആയി കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ എന്ന് പറയാമല്ല, നമുക്ക് മേളിൽ ചെറിയ കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 4.4 ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. 4.4 ഇപ്പുറത്ത് കറക്റ്റാണ്. പിന്നെ മേളിൽ 1 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഈ ലൈൻ 3.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ ഒരു അളവിൽ വരക്കണം. നമുക്ക് ഈ അളവിലാണ് നമ്മുടെ ക്ലിയർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളൊരു ക്ലിയർ ഷീറ്റ് അത് വെച്ചും കൊണ്ട് പേന കൊണ്ട് വരക്കാം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്ലിയർ ഷീറ്റ് എടുത്തുകൊണ്ട് അവിടെ നമ്മൾ വരക്കേണ്ടത് ഇതിൽ തുമ്പത്തുനിന്ന് വരച്ചു തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഇത്രയും വലിയതൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു ചെറുത് മതി. നമുക്ക് അങ്ങനത്തെ ഒരു 4 എണ്ണത്തിനുള്ളത്. ഇപ്പോൾ ആ പടം ഇരിക്കുന്നുണ്ട്, ആ പടത്തുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ കത്രിക വെച്ചുകൊണ്ട് അത് നമുക്ക് കട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ആ പേന കൊണ്ടൊന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്യുക. അതിനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇടിയിപ്പിച്ചെടുക്കാം. അപ്പോൾ അധികം വേസ്റ്റ് പോകാത്ത രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യും. ചെറുതാക്കി കറക്റ്റ് അളവ് വേണം കേട്ടോ. ഇപ്പോൾ അവിടെയും സെറ്റായി. ഒരെണ്ണം നമ്മുടെ അപ്പോൾ കഴിഞ്ഞുണ്ട്. നമുക്ക് എന്തെങ്കിലും സൈഡൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇത് വരുത്താനുണ്ടെങ്കിൽ ക്ലിയർ അളവെല്ലാമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരൊക്കെ ആക്കി കൊടുക്കാം. ആക്കി കുഴപ്പമില്ല, നമുക്കിപ്പോൾ ജസ്റ്റ് വെക്കാൻ. അപ്പോൾ ഇതുപോലത്തെ 4 കട്ട് ചെയ്യാം. അതെ, 4 ഞാൻ റെഡിയാക്കിയെടുത്ത്. ഇനി നമുക്ക് ഈ 4 കൊണ്ടാണ് നമ്മുടെ ഇനി പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ ഒരു ടേപ്പിൻ്റെ കാര്യം വിട്ടുപോയി. ഈ ടേപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമുക്ക് ഒട്ടിക്കാൻ എടുക്കുന്നത്. ഒരു ടേപ്പ് സെറ്റാക്കണം. അതിങ്ങനെയാണ്. ആ ഒരെണ്ണം വെച്ചുകൊണ്ട് അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരെണ്ണം അവിടെ വെക്കണം. അത് 2 എണ്ണം വന്നിട്ടുണ്ട് ഒരു L ഷേപ്പിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ അതിൻ്റെ സ്കിന്ന് ഞാൻ പറിച്ച് നേരത്തെ പറഞ്ഞില്ല ക്ലിയർ ആവും. ഒരു സൈഡിൽ ഞാൻ പറിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്ലിയറായി. ഇനി അപ്പുറ സൈഡിലതും കൂടി ഇതുപോലെ തുറന്നു വിടുന്നുണ്ട്.
ആ കോട്ടിങ്ങും ചളഞ്ഞപ്പോഴത്തേ കണ്ട അടിപൊളിയായിട്ട് ക്ലിയർ വ്യത്യാസം കണ്ട. അപ്പോൾ ഒരു ക്ലിയർ ഷീറ്റ് തന്നെ വേണം, അധികം പാടൊന്നുമില്ലാത്തത്. ഇതിപ്പോൾ അങ്ങനെ വെച്ചേക്കണത് സ്ക്രാച്ച് ചെയ്യാണ്ടിരിക്കാനും പിന്നെ വിരലും കൊണ്ട് തൊടുമ്പോൾ അവിടെ പാടൊന്നും വരാണ്ടിരിക്കാനും. പിന്നെ നമുക്കിത് ഇതുപോലെ ആ ടേപ്പ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ അത്രയും വേണ്ട, ആ ടേപ്പിൻ്റെ പകുതി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ ഇത് ആ ടേപ്പിൻ്റെ പകുതിയുടെ ഉള്ളിൽ കൊണ്ട് നോക്കാം. മനസ്സിലായില്ലേ? വലിയ ടേപ്പിൻ്റെ പകുതിയാക്കി കട്ട് ചെയ്യുക. അതിൻ്റെ പകുതിയിൽ നമ്മുടെ ഈ മുറിച്ച പീസ് കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ബാക്കി കിടക്കണ പകുതി ടേപ്പിൻ്റെ അവിടെ അടുത്ത പീസും സ്കിന്ന് കളഞ്ഞും കൊണ്ട് എടുത്തു വെക്കാം. അത് നമുക്ക് സ്കിന്ന് കളയാണ്. അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെ സ്കിന്ന് നമുക്കൊന്ന് കളയാം. അപ്പോൾ ആ സൈഡിൽ ഒരെണ്ണം കളഞ്ഞ് ഇനി അടുത്ത സൈഡിൽ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 ആദ്യം തന്നെ അവിടെ കളഞ്ഞ് വെച്ചേക്കും. ഇതിന് ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം മടങ്ങാനൊന്നും പാടില്ല കേട്ടോ, കറക്റ്റ് നേരായിട്ട് നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫെക്ഷനിൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 2 സൈഡിലേയും കളഞ്ഞതിനും ആ ക്ലിയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് കൊണ്ടുവന്നുകൊണ്ട് കറക്റ്റ് നിൽക്കണം, കറക്റ്റ് ഷേപ്പിലായിട്ട് ഒരു പെർഫെക്റ്റ് കട്ടിങ്ങിലായിട്ട് നിൽക്കണം. അപ്പോൾ അതെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇച്ചിരി കട്ട് ചെയ്യാണ്, അധികം നീളം ഇങ്ങോട്ടേക്ക് വേണ്ട. ഇത് 2 വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ വെച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് അപ്പോഴും മനസ്സിലാവുള്ളൂ. നമ്മൾ ആ ടേപ്പിൻ്റെ അവിടെ നിന്ന് ഇച്ചിരിയാണ് കട്ട് ചെയ്ത് കളഞ്ഞു. ആ മേളുള്ള ഭാഗം നമുക്ക് അവസാനം കട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിന്നോട്ടെ. അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പീസ് കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. ആ ഭാഗത്തും കൊണ്ടുവന്ന് വെച്ചെടുത്ത് അതിനൊരു നമുക്ക് നടുക്കിലൊരു സ്ക്വയർ രൂപത്തിൽ കിട്ടാൻ വേണ്ടി ഭാഗത്തിനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. കറക്റ്റ് നേരെ വേണം കേട്ടോ. അപ്പോൾ അത് 2 വെച്ച് അത് കഴിഞ്ഞിട്ടത് ഇങ്ങോട്ടേക്ക് മടക്കാം. കണ്ട ഇങ്ങോട്ടേക്ക് മടക്കി. അപ്പോൾ ഇത് 2 നമ്മുടെ സെറ്റായി. ഇനി ഈ 2 സൈഡിലും കൂടി ഒരെണ്ണം വേണം, ഈ സൈഡിൽ ഒരെണ്ണം വേണം, ആ സൈഡിലും. അപ്പോൾ അങ്ങനെ 2 കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനി അപ്പോൾ നമുക്ക് ആ ടേപ്പ് ലാസ്റ്റ് കട്ട് ചെയ്യാം. അതേ 3ാമത്തെ നമ്മൾ ആ സ്കിന്ന് കളഞ്ഞ് 3ാമത്തെ അവിടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ ടേപ്പ് ഇതാക്കി കൊടുത്തിട്ടുണ്ട്, മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 3 കഴിഞ്ഞ് ഇനി ആ ഒരു സൈഡും കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. ആ ഒരു സൈഡ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തുമ്പോൾ 2 ടേപ്പും വേണം. കാരണം 2 സൈഡിൽ നമുക്കത് ഒട്ടിക്കാനുള്ള കാരണം ഒരു പീസ് വെച്ചുകൊണ്ട് അതിൻ്റെ 2 സൈഡിലും ടേപ്പ് വേണ്ട രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ചുകൊണ്ട് അതെ ഇപ്പുറത്തും വെക്കണം, അതുപോലെ തന്നെ ഇപ്പുറത്തും വെക്കണം, ഈ സൈഡിലും വെക്കണം. അതിന് ഏറ്റവും നല്ല ഐഡിയ ഇവിടെ വെക്കണം തന്നെയാണ്. ആദ്യം കറക്റ്റ് നേരെ വെക്കണ രീതിയിൽ വെക്കണം കേട്ടോ, നമ്മുടെ ഇതൊന്നും തെറ്റി പോകാനൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് അത് വെക്കാൻ ഞാൻ വേറെ ടേപ്പ് എടുക്കട്ടെ. ഞാൻ വേറൊരു ടേപ്പ് എടുത്ത് ആ ടേപ്പ് കയ്യെ കൊണ്ട് പശയും ഇതൊക്കെ പോയി. അപ്പോൾ നമ്മൾ ആ സൈഡിൽ ഒരെണ്ണം വെച്ച് ഇനി നമുക്ക് ഈ സൈഡ് കൂടി ഒന്ന് വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ട് ആ സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് പകുതിയിലാക്കി വെക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോഴേ ഇതിനും വെക്കാൻ സ്ഥലം കിട്ടുള്ളൂ. നമുക്ക് ഈ സൈഡും കൂടി വെക്കാം. പിന്നെ ആ ടേപ്പ് ചുളുങ്ങിക്കണം, അപ്പം ചുളുക്കൊന്നും പാടില്ല, കറക്റ്റ് നേരെ വന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം. ഈ സൈഡും അതുപോലെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് നടുക്കിൽ സ്ക്വയർ രൂപം കിട്ടണ രീതിയിൽ വെക്കാം. നേരെ നോക്കി തന്നെ സ്ക്വയർ ഉണ്ടോ, ആ സ്ക്വയർ രൂപം കിട്ടണം. അപ്പോൾ അതാണ് നമ്മുടെ ഹോളോഗ്രാമിൻ്റെ സെറ്റാണ് രീതി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയൊരു പെർഫെക്ഷൻ കുറവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഷീറ്റിന് കട്ടി കുറവാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഇത് വളഞ്ഞ് ഇതൊക്കെ പോയി പോകുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കണത് ഒരു കറക്റ്റായിട്ട് ചെറിയൊരു കട്ടിയിൽ ചെറുതായിട്ട്, വലിയ കട്ടിയൊന്നും പാടില്ല, ചെറിയ കട്ടിയുള്ളതാണെങ്കിൽ സെറ്റ് സാധനം. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീഡിയോ കാണാനൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെയെന്ന്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് നമ്മൾ മേലുള്ള പൊങ്ങിയിരിക്കുന്ന ടേപ്പൊക്കെ കണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലിയറാക്കി. അപ്പോൾ കണ്ട കറക്റ്റ് ഒരു അടിപൊളി ഷേപ്പ്. പക്ഷേ ആ മടങ്ങണതാണ് ഇതിന് പ്രശ്നമുള്ളത്, കാരണം കട്ടി കുറഞ്ഞ ഷീറ്റായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇനി ഇതാക്കണമെന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാണ്ടല്ലോ, നമ്മൾ അതിനകത്തേക്ക് ഒരു വീഡിയോ നമ്മൾ ഓണാക്കി കൊടുക്കണം. അപ്പോൾ അത് ആ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധനം വെക്കണം, എൻ്റെ ചുറ്റും 4 വീഡിയോ ഉണ്ടാവും. കണ്ട ഇതുപോലെ 4 പാർട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നടുക്കിൽ കാണുന്നത് ഇതിൻ്റെ പടം എങ്ങനെ ആക്കുമ്പോൾ നടുക്കിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കും സംഭവം.
അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കയറി ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് നമ്മുടെ ബോട്ടിൽ കൊണ്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ മേളിൽ നിന്ന് വെച്ച് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് അത് നമ്മുടെ പിന്നെ വെച്ചതുപോലെ തന്നെ ആ ഭാഗം കൊണ്ടുവന്നിട്ട് വെച്ചതിനാൽ മേളിലൊരു അടിപൊളിയായിട്ട് ഇതുപോലെ ഹോളോഗ്രാം വരും. പക്ഷേ ഇത്രയും പെർഫെക്ഷനിൽ കിട്ടൂല. ഞാൻ ഉണ്ടാക്കിയത് ഒരു പെർഫെക്ഷൻ കുറവുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. നിങ്ങൾ ഒന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് സെറ്റാക്കി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതിനുമുമ്പ് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറുന്ന മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം.